അല്ല, റെയ്ഡ് തുറന്നു ഒരിടത്തും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരന്താനുഭവം അവർ ഒരു ടെലിഫോണിക് മെസ്സേജ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനത്തിൽ രേഖകൾ പരിശോധിക്കണം. ആ സ്ഥാപനത്തിലെത്തി അനുവദിച്ചതിൽ നിന്നും കൂടുതൽ സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത് അവർ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ സ്ഥാപനത്തിൽ ചില നടപടികൾ സ്വീകരിച്ചത്. അപ്പോൾ ഇങ്ങനെ തിരുവല്ല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയിട്ടുള്ള ലൈസൻസുകൾ ഏതൊക്കെ സ്ഥാപനത്തിനാണ്, ആ ലൈസൻസിനകത്ത് നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നുള്ളത് എന്നുള്ള കാര്യങ്ങളുടെ രേഖകൾ പരിശോധിക്കണം എന്നുള്ള നിലപാടാണ് ഇന്നലെ സ്വീകരിച്ചിട്ടുള്ളത്. അത് സോണൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ സോണൽ ഓഫീസിന് കീഴിൽ എവിടെയൊക്കെയാണ് ആർക്കൊക്കെയാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത്, അവർ ലൈസൻസിന്റെ മാനദണ്ഡങ്ങൾ അനുസരിക്കുന്നുണ്ടോ, ഈ പരിശോധനയാണ് നടക്കുന്നത്. റെയ്ഡ് നടക്കുമെന്ന് ഞങ്ങൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല. അല്ല, ആദ്യം രേഖകൾ പരിശോധിക്കട്ടെ. രേഖകൾ പരിശോധിച്ചതിന് ശേഷം ആ രേഖകൾ ക്രമക്കേടുണ്ട്, അനുവദിച്ചതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ എടുക്കേണ്ട നടപടികൾ സ്വീകരിക്കും. രേഖകൾ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ എനിക്ക് അക്കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ. ഞാനതിനെ പറഞ്ഞു, രേഖകൾ പരിശോധിക്കുമെന്നും പറഞ്ഞിരുന്നു. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കേരള എക്സ്പ്രസിലാണ്, ഇന്ന് ഉച്ചയ്ക്കുള്ള കേരള എക്സ്പ്രസിലാണ് പോകുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇന്നലെ തന്നെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. 11-ാം തീയതി അവിടെ എത്തും. ചില നിശ്ചയിച്ച മീറ്റിങ്ങുകളുണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെയും വസതികളിൽ എല്ലാവരും ഒരുമിച്ച് ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർലമെന്റ് മന്ദിരം സന്ദർശിക്കുന്നുണ്ട്. BJPയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ 1-2 മീറ്റിങ്ങുകളുണ്ട്. ഇതോടൊപ്പം തന്നെ നിരവധി കേന്ദ്രമന്ത്രിമാർ ഡൽഹിയിലുണ്ട്, പാർലമെന്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കൗൺസിലർമാർ ഒക്കെ തന്നെ അവരെ പലരെയും അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടുന്നതനുസരിച്ച് നമ്മുടെ കോർപ്പറേഷനിലെ കാര്യങ്ങൾ അവരോട് സംസാരിക്കുവാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പെട്ടെന്നൊരു യാത്ര കൊണ്ടല്ലെങ്കിലും നേടിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അക്കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കും. കിട്ടുന്ന അവസരത്തിൽ എന്തൊക്കെയാണ് പറയാൻ സാധിക്കുന്നത് അക്കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഷെയർ ചെയ്യും. സ്വാഭാവികമായിട്ട് തിരുവനന്തപുരത്ത് 50 കൗൺസിലർമാർ ഒരുമിച്ച് ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ വികസനം നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് പറയാൻ കിട്ടുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കാര്യങ്ങൾ പറയും. നേരത്തെ നമ്മളൊരു പ്രാഥമിക വികസന രേഖ നൽകിയിരുന്നു. ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിലുള്ള ഒരു വികസന രേഖ കൈമാറാനായോ? അല്ല, എൻ്റെ ഇപ്പോൾ 14-ാം തീയതിയാണ് ഇന്നലെ ഒക്കെ ഒരുപാട് വാർഡ് സഭ നടന്നിരുന്നു. 14-ാം തീയതി കൊണ്ടാണ് വാർഡ് സഭ പൂർണ്ണമാകുന്നത്. 18-ാം തീയതിയാണ് കോർപ്പറേഷന്റെ വികസന സെമിനാർ. അതോടൊപ്പം തന്നെ ഞങ്ങൾ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കോൺക്ലേവുകളുണ്ട്. അതിനുശേഷം മാത്രമേ അത് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് കൂടുതലായി പ്രധാനമന്ത്രി വന്നു പോയതിനേക്കാൾ കൂടുതലായി വിവരങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.